കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സുഖദുഃഖ സമ്മിശ്രിതത്തിൻ്റെ ഒരു പാതയാണ് നമ്മുടെ ജീവിതം. അതായത് സന്തോഷവും സന്താപവും നമ്മുടെ ജീവിതത്തിലുടനീളം അനുഭവിച്ച് ദൈവം അനുവദിക്കുന്ന സമയത്ത് ഈ ഭൂമിയിൽ നിന്ന് കർത്താവിൻ്റെ അടുക്കിലേക്ക് ചേർക്കപ്പെടേണ്ടത്. അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ വളരെ രസകരമായി എനിക്ക് തോന്നി. ജീവിതം മുതൽ മരണം വരെ ഉള്ള യാത്ര 3 അക്ഷരങ്ങളിൽ ഒതുങ്ങിയിരിക്കുകയാണ്. ജനനം എന്ന 3 അക്ഷരത്തിലൂടെ ആരംഭിച്ച് ജീവിതം എന്ന 3 അക്ഷരങ്ങളിലൂടെ യാത്ര ചെയ്ത് സന്താപ സന്തോഷം എന്ന 3 അക്ഷരങ്ങളിൽ കൂടി അത് അനുഭവിച്ചും അറിഞ്ഞും യാത്ര ചെയ്ത് മരണം എന്ന 3 അക്ഷരത്തിലൂടെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുമ്പോൾ രക്ഷകൻ എന്ന 3 അക്ഷരത്തിൻ്റെ ഉടമയെ സ്വന്തമാക്കിയിട്ടുള്ളവർ സ്വർഗത്തിലേക്കും അല്ലാത്തവർ മരണപ്പെട്ട നരകം എന്ന 3 അക്ഷരത്തിലേക്ക് ചെന്ന് പതിക്കുകയും ചെയ്തു. ഈ സന്താപ സന്തോഷ 3 അക്ഷരങ്ങളുടെ യാത്രയിൽ നിരവധി ചോദ്യങ്ങൾ, അപേക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ ദൈവം തക്ക സമയത്ത് മറുപടിയും നൽകിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ചില സന്ദർഭങ്ങളിൽ കർത്താവ് നിശബ്ദനായിരുന്നിട്ടുണ്ട്. ഇന്നത്തെ സന്ദേശത്തിൻ്റെ ഒരു ഹെഡിങ് നൽകിയ, തലക്കെട്ട് നൽകിയ കർത്താവ് എനിക്ക് തന്ന വിഷയത്തിന് ഒരു ടൈറ്റിൽ കൊടുത്താൽ ഇങ്ങനെ കൊടുക്കാൻ സാധിക്കും: കർത്താവിൻ്റെ നിശബ്ദത. ഗോഡ് സൈലൻസ്. വൈ ഗോഡ് ഈസ് സൈലന്റ്? എന്തുകൊണ്ടാണ് ചില വിഷയങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ടും രോഗസൗഖ്യമോ അല്ലെങ്കിൽ നാം ആഗ്രഹിച്ചതുപോലുള്ള റിസൾട്ടോ കിട്ടാതിരുന്നതിൻ്റെ കാരണം എന്താണ്? വർഷങ്ങളായിട്ട് അപേക്ഷിച്ചിട്ടും ദൈവത്തിൽ നിന്ന് മറുപടി ലഭിക്കാത്ത നിരവധി പേർ ഈ സന്ദേശം കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്തുകൊണ്ടാണ് ദൈവം നിശബ്ദനായിരിക്കുന്നത്? കർത്താവിൻ്റെ നിശബ്ദത, എൻ്റെ ഇന്ന വിഷയങ്ങളിൽ എന്തുകൊണ്ടാണ് ദൈവം നിശബ്ദനായിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? പ്രിയമുള്ള ദൈവജനമേ, കർത്താവിൻ്റെ നിശബ്ദത നമ്മുടെ നന്മയ്ക്കായിട്ടുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഇതെന്ത് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കാൻ എന്നൊക്കെ പലപ്പോഴും നാം ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. കർത്താവ് തൻ്റെ സർവജ്ഞാനത്തിൽ മിണ്ടാതിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അവൻ സർവജ്ഞാനിയാണ്. വൈ ഗോഡ് ഈസ് സൈലന്റ്? കർത്താവ് ഈ സന്ദർഭത്തിൽ എന്താണ് നിശബ്ദനായിരിക്കുന്നത്? മറുപടി നൽകും. എന്നാലും ഒരു പ്രത്യേക കാലയളവിൽ, സന്തോഷത്തിൻ്റെയും സന്താപത്തിൻ്റെയും ഒക്കെ കാലയളവിൽ നാം ചോദിച്ച ചോദ്യങ്ങൾക്ക്, നമ്മുടെ സംശയങ്ങൾക്ക് കർത്താവ് നിശബ്ദത പാലിക്കുന്നു. അത് ഞാൻ ഓർപ്പിച്ചതുപോലെ കർത്താവ് തൻ്റെ സർവജ്ഞാനത്തിൽ മിണ്ടാതിരിക്കുക. ഏതാണ് നല്ലത്, ഏതാണ് തീയതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തുകൊണ്ട്? ഈ ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കുവാൻ ഈ ഭൂമിയിൽ വെച്ച് നമുക്ക് പ്രയാസമായിരിക്കാം. എന്താ ഇങ്ങനെ സംഭവിക്കാൻ കാരണം? കർത്താവ് എന്താ ഈ നിശബ്ദനായിരിക്കുന്നത് ഈ സന്ദർഭത്തിൽ? ഗോഡ് സൈലൻസ് ഈസ് നോട്ട് ഹിസ് ആബ്സെൻസ്. നമ്മുടെ വിഷയങ്ങളുടെ മേൽ, നമ്മുടെ ചോദ്യങ്ങളുടെ മുൻപിൽ കർത്താവ് നിശബ്ദനായിരുന്നുവെങ്കിലും അത് തൻ്റെ സാന്നിധ്യമില്ലാതാകുന്നില്ല. തൻ്റെ സാന്നിധ്യം കൊണ്ട് അതിന് മറുപടി നമുക്ക് നൽകിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഗോഡ് സൈലൻസ് ഈസ് നോട്ട് ഹിസ് ആബ്സെൻസ്. ലാസറിന്റെ മരണ വീട്ടിൽ അല്പം വൈകി ചെല്ലാനായിട്ട്, എന്നാൽ കർത്താവ് അവിടെ ചെന്നു ആ വിഷയത്തിന് പരിഹാരം നൽകുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ചിലപ്പോൾ സർവജ്ഞാനിയായ ദൈവം തൻ്റെ സർവജ്ഞാനത്തിൽ മിണ്ടാതിരുന്നാലും ഇതിനെല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. തിരുവചനത്തിലേക്ക് നമുക്ക് തിരിയാം. ചില ഉദാഹരണങ്ങൾ, ചിലരുടെ ജീവിതത്തിൽ കർത്താവ് നിശബ്ദനായി ഇരുന്ന ചില ഉദാഹരണങ്ങൾ തിരുവചനത്തിലൂടെ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം വായിക്കാം. 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 15, 21-23 വാക്യങ്ങൾ വായിക്കാമോ? യേശു അവിടം വിട്ട് സീദോൻ എന്ന പ്രദേശത്തിലേക്ക് വാങ്ങിപ്പോയി. ആ ദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്ന് അവനോട്, കർത്താവേ, ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ, എന്റെ മക്കൾക്ക് ഭൂതോദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. 23. അവൻ അവളോട് ഒരു വാക്ക് ഉത്തരം പറഞ്ഞില്ല. ശിഷ്യന്മാർ
ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ, സംഭവങ്ങൾ തിരുവചനത്തിലുടനീളമുണ്ട്. ഇവിടെ ഇതാ ഒരു കനാന്യ സ്ത്രീ കർത്താവിനോട് ദാവീദ് പുത്രായി നിലവിളിച്ചുകൊണ്ട് പറയും നടക്കുക. കർത്താവ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് ആ സ്ത്രീ അവളെ ആവശ്യം പറഞ്ഞു, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നത് നിലവിളിച്ച് പറഞ്ഞു. പക്ഷേ ഇവിടെ നമുക്ക് കാണാം കർത്താവിൻ്റെ നിശബ്ദത. എന്താണ് എഴുതിയിരിക്കുന്നത്? അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. നിലവിളിച്ചവരുടെ മുൻപിൽ നിന്ന യേശുവാണിത്. കണ്ടും കാണുമ്പോൾ ഈ അന്ധനായ മനുഷ്യൻ നിലവിളിച്ചപ്പോൾ അവന്റെ നിലവിളിയുടെ മുൻപിൽ നിന്ന കർത്താവ്. പല രംഗങ്ങളിലും പല സന്ദർഭങ്ങളിലും കർത്താവ് നിൽക്കുകയും മറുപടി കൊടുക്കുകയും സൗഖ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ വ്യത്യസ്തമായൊരു കാര്യമാണ് കാണുന്നത്, കർത്താവിന്റെ നിശബ്ദത. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. അതെന്താ പറയാഞ്ഞ്? ശിഷ്യന്മാരൊക്കെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വന്നിട്ടും കർത്താവിന്റെ നിശബ്ദത നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ യേശുവിന്റെ മറുപടി എന്തുവാ? ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല. അതിനാ സ്ത്രീയുടെ മറുപടിയോ? കർത്താവേ, അവൾ വന്ന് കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. ഉടനെ വീണ്ടും കർത്താവിന്റെ മറുപടി എന്തുവാ? മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. അതിന് വീണ്ടും ആ സ്ത്രീയുടെ മറുപടി, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. ചില സന്ദർഭത്തിൽ നമ്മുടെ ഉള്ളിലിരിപ്പ് അറിയാൻ വേണ്ടി കർത്താവ് നിശബ്ദമായിരിക്കും. നമ്മുടെ അകത്ത് ഒന്ന് കുത്തി നോക്കുമ്പോഴേ അറിയത്തുള്ളൂ എന്താ അകത്തുള്ളത് പുറത്ത് വരുന്നതെന്നുള്ളത്. നായ്ക്കുട്ടികളെ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞപ്പോഴും അവൾ പറയുകയാണ്, കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ. ഇത് കേട്ടപ്പോൾ കർത്താവ് നിശബ്ദനായിരിക്കാൻ കഴിഞ്ഞില്ല. കർത്താവ് പ്രതികരിച്ചു, അവർക്ക് സൗഖ്യം ലഭിച്ചു. ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ, സംഭവങ്ങൾ തിരുവനന്തപുരത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ അതിന് നടുവിൽ ചോദിച്ചു പോകും, നമുക്ക് മറുപടി ലഭിക്കാതെ വരുമ്പോൾ, കാലതാമസം ഉണ്ടാകുമ്പോൾ നാം അറിയാതെ ചോദിച്ചു പോകും, വൈ ഗോഡ് ഈസ് സൈലന്റ്? എന്തുകൊണ്ടാണ് ദൈവം ഇവിടെ നിശബ്ദനായിരിക്കുന്നത്? നിലവിളിച്ചവരുടെ മുൻപിൽ നിന്ന കർത്താവ് എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ നിശബ്ദത പാലിക്കുന്നത്? മറ്റൊരു സംഭവം നമുക്കെല്ലാവരും സുപരിചിതമായൊരു സംഭവമുണ്ട്. രണ്ടാമതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇയ്യോബിന്റെ ചരിത്രത്തിൽ നിന്നാണ്. ഇയ്യോബ് തനിക്കുണ്ടായിരുന്നെല്ലാം നഷ്ടപ്പെട്ടു. 10 മക്കള് ഒരു ദിവസം മരിച്ചുപോയി. നോർത്ത് നോക്കി, ആ വീടിന്റെ മുൻപിൽ 10 ശവപ്പെട്ടികൾ നിരനിരയായിട്ട് വെച്ചിരിക്കുക. എന്നാൽ നമുക്ക് കടന്നു വരാം, ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരാം. ഇയ്യോബ് 1:20-22 വായിക്കാമോ? അതെ പ്രിയയോട് ചുരുക്കമായിട്ട് പറയട്ടെ, കർത്താവ് തന്നെ സാക്ഷിച്ചതാണ്. ഇയ്യോബ് അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടാകുന്നവനുമായിരുന്നു. അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇത് സംഭവിച്ചപ്പോൾ ദൈവം ആഗ്രഹിച്ചത് അവനോടതെല്ലാം നഷ്ടപ്പെട്ടു. അവൻ്റെ ശരീരത്തിന് പ്രയാസമുണ്ടായി. എന്നാൽ ഓമനിച്ച് വളർത്തിയ 10 മക്കളും ഒരു ദിവസം മരിച്ചുപോയി. ദൈവം നിശബ്ദനായിട്ടിരുന്നു. ദൈവം അവിടെ സൈലൻ്റാണ്. കാരണം ഈ ഇയ്യോബിന്റെ വായിൽ നിന്ന് ഇത് കേൾക്കണം. അവൻ ഇങ്ങനെ സംഭവിച്ചപ്പോൾ അവൻ വീട് നമസ്കരിച്ചു, ആരാധിച്ചതേ ഉള്ളൂ. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത് ഇയ്യോബിൽ കേൾക്കാനായിട്ട് ദൈവം നിശബ്ദനായി. മാത്രമല്ല, തൻ്റെ ജീവിതയാത്രയിലുടനീളം തൻ്റെ ദേഹം ക്ഷയിച്ചു, ഇങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിലും യഹോവ തന്നു, യഹോവ എടുത്തു എന്ന് പറഞ്ഞു. ഇതിലൊന്നിനാൽ ഇയ്യോബ് പാപം ചെയ്യുകയോ മോക്ഷത്വം ചിന്തിക്കുകയോ ചെയ്തില്ലെന്നും തിരുവനന്തപുരത്തിൽ പറയുന്നുണ്ട്. എന്നാൽ ചില നാളുകൾ മുന്നോട്ട് പോയപ്പോൾ തൻ്റെ സ്നേഹിതർ വന്ന് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്, തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്, നീ എത്ര നീതിമാനാകണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് കുറേ നാളുകൾ മുന്നോട്ട് കഴിഞ്ഞപ്പോൾ ഇയ്യോബിന് അല്പം സംശയമുണ്ടായിരിക്കണം. ദൈവത്തോട് ചില ചോദ്യങ്ങളും പരാതികളും ചോദിച്ചു, അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ ദൈവം പ്രതികരിച്ചു. എപ്പോഴും ദൈവം അങ്ങനെ നിശബ്ദനായിട്ടിരിക്കത്തില്ല പ്രിയമുള്ളത്. നമ്മുടെ മാതാപിതാക്കൾ നമ്മളിൽ വേർപിരിയുമ്പോൾ അതിൻ്റെ കാരണം നാം തേടുമ്പോൾ എപ്പോഴും ദൈവം നിശബ്ദനായിട്ടിരിക്കത്തില്ല. ചില കാലയളവിലേക്ക് അവർ നിശബ്ദനായിരിക്കുന്നത് നമ്മുടെ നന്മയ്ക്കായിട്ടാണ്. ഇതാ ദൈവം പ്രതികരിക്കുന്നുണ്ട് ഇവിടെ. ഇയ്യോബ് 37:14 വായിക്കാമോ? ഇയ്യോബ്, ജോബ് ചാപ്റ്റർ 37 verse 14.
ഇത് ശ്രദ്ധിച്ചുകൊണ്ട് ആ മിണ്ടാതിരുന്ന് ദൈവത്തിന്റെ അത്ഭുതങ്ങളെ ചിന്തിച്ചുകൊണ്ട് ഇയ്യോബേ, നീ എന്നോട് ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നതൊക്കെ ഞാൻ കേട്ടു. പക്ഷെ നിന്നോട് പറയാനുള്ള മറുപടി ഇതാണ് എനിക്കുള്ളത്. എന്താ? മിണ്ടാതിരുന്ന ദൈവത്തിന്റെ അത്ഭുതങ്ങളെ ചിന്തിച്ചു കൊള്ളുക. ഉടനടി ഇയ്യോബിന് മറുപടി ഉണ്ട്. 40:4 അതിന്റെ 40:4 വായിക്കാമോ? ഞാൻ നിസ്സാരമല്ലോ, ഞാൻ നിന്നോട് എന്ത് ഉത്തരം പറയുന്നു? അതെ, ഞാൻ നിസ്സാരനല്ലോ. ദൈവമുള്ള നാം എത്ര നിസ്സാരന്മാരാണ്. നമുക്ക് സംശയങ്ങളും ചോദ്യങ്ങളൊക്കെ ഉണ്ടാകാം. എന്നാൽ ദൈവത്തോട് ഇയ്യോബ് പറയുകയാണ്, ഞാൻ നിന്നോട് എന്ത് ഉത്തരം പറയണ്ടു? ഞാൻ കൈകൊണ്ട് വാ പൊത്തുന്നു. എൻ്റെ കൈകൊണ്ട് ഞാൻ വാ അടച്ച് നിന്റെ മുന്നിൽ നിശബ്ദനായിട്ടിരിക്കുക. മാത്രമല്ല ഇയ്യോബ് വേറൊരു കാര്യം മനസ്സിലാക്കി. ദൈവത്തിൻ്റെ നിശബ്ദതയിൽ താൻ ചോദിച്ച ചോദ്യങ്ങൾക്കും അല്ലെങ്കിൽ സംശയങ്ങൾക്കൊക്കെ മറുപടിയായിട്ട് ഇയ്യോബ് പറയുകയാണ്. 42:5 ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഇയ്യോബ് 42:5 ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോൾ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ദൈവങ്ങളുടെ ധാരാളം കാര്യങ്ങൾ, ധാരാളം വ്യക്തികളുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ നമ്മുടെ സംശയങ്ങൾക്ക്, നമ്മുടെ പരാതികൾക്ക് ദൈവം ഉത്തരം നൽകിയിട്ടുണ്ട്. മാത്രമല്ല പ്രിയ ദൈവമക്കളെ, ദൈവത്തിൻ്റെ നിശബ്ദതയെ നാം സംശയിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ നിശബ്ദതയ്ക്ക് കാരണം, കർത്താവിൻ്റെ നിശബ്ദതയ്ക്ക് കാരണം നമ്മുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളിലും നാം സംശയിക്കുകയും ചോദിക്കുകയും പരാതികൾ പറയുകയും ചെയ്തപ്പോൾ സർവജ്ഞാനിയായ കർത്താവ് നിശബ്ദനായിരുന്നതിൻ്റെ കാരണം സെഫന്യാവ് 3:17 പറയുന്നുണ്ട്. സെഫന്യാവ് 1:7 ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന ഇതാണ്. ദൈവത്തിൻ്റെ മറുപടി ഇതാണ്. സെഫന്യാവ് 1:7 കർത്താവിൻ്റെ സന്നിധിയിൽ മിണ്ടാതിരിക്കും. ദിവസം അടുത്തിരിക്കുന്നു. അതെ, യഹോവ ഒരു യാഗസദ്യ ഒരുക്കി താൻ എടുത്തവരെ ശുദ്ധീകരിച്ചിരിക്കുന്നു. മതി. ഇയ്യോബിനോട് ബന്ധത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇവിടെ ഇതാ ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മുടെ സംശയങ്ങൾക്കും പരാതികൾക്കും എല്ലാം ദൈവത്തിന്റെ വചനത്തിൽ ഉത്തരമുണ്ട്. സെഫന്യാവ് 1:7 പറഞ്ഞിരിക്കുകയാണ്, ദൈവം ഇസ്രായേലിനോട് ആജ്ഞാപിച്ചത് നമ്മളോടും പറയുകയാണ്, കർത്താവിന്റെ സന്നിധിയിൽ മിണ്ടാതിരിക്കുക. എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ചെയ്ത്? വീണ്ടും നാം ചോദിക്കുമ്പോൾ നമ്മുടെ സംശയങ്ങൾ നിരവധിയാണ്, അല്ലേ? പല പല വിഷയങ്ങൾക്ക് വേണ്ടി നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് കാത്തിരിക്കുമ്പോൾ ദൈവം പ്രവചനാത്മാവിൽ സെഫന്യാവ് എന്ന പ്രവാചകനിലൂടെ നമ്മൾ വീണ്ടും പറയുന്നു. അതിന്റെ 3:17 ഇങ്ങനെ പറയുന്നുണ്ട്, അല്ലേ? ദൈവം തന്റെ സ്നേഹത്തിൽ മിണ്ടാതിരിക്കും. 3:17 വായിക്കാമോ? ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കുന്നു. തന്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. അതെ, മതി. തന്റെ സ്നേഹത്തിൽ ദൈവം നമ്മോട് തന്റെ സ്നേഹത്തെ പ്രകടിപ്പിച്ചുകൊണ്ട് തന്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ചോദിക്കുമ്പോൾ ഈ പ്രയാസങ്ങളുടെ നടുവിൽ ആരുമില്ലേ? കൂടെ സഹായിപ്പാൻ ആരുമില്ലേ? എനിക്ക് ആരുമില്ലല്ലോ, ദൈവമേ നീ എന്നെ ഉപേക്ഷിച്ചു എന്ന് ചോദിക്കുമ്പോൾ പ്രവചനാത്മാവിൽ സെഫന്യാവ് 3:17 ഇങ്ങനെ പറയുകയാണ്, ദൈവം തന്റെ സ്നേഹത്തിൽ മിണ്ടാതിരിക്കുന്നു. പലപ്പോഴും പല കാര്യങ്ങളും മനസ്സിലാക്കാൻ നമുക്ക് പ്രയാസമാണ്. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ എല്ലാത്തിനും ഉത്തരമുണ്ട്. അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചതുപോലെ ഇന്ന് ദൈവം അങ്ങനെ വിളിക്കുന്നില്ല. പക്ഷേ തൻ്റെ വചനത്തിൽ, തിരുവചനത്തിൽ എല്ലാത്തിനും മറുപടി ഉണ്ട്. ഇതാ നമ്മൾ ഇയ്യോബിന്റെ അനുഭവത്തിലൂടെ പോയി കനാന്യ സ്ത്രീയെ അവളുടെ കണ്ണുനീരിന്റെ മുൻപിൽ മിണ്ടാതിരുന്നെങ്കിൽ ഒടുവിൽ കർത്താവ് പ്രതികരിച്ചതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഇവിടെ ഇതാ നമ്മോട് ദൈവത്തിന്റെ വചനത്തിൽ ആജ്ഞാപിക്കുകയാണ്, തൻ്റെ സ്നേഹത്തിൽ അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ഇവിടെ നാം ചെയ്യേണ്ടത് എന്ത് മാത്രമാണ്? കർത്താവിന്റെ സന്നിധിയിൽ മിണ്ടാതിരിക്കുക. പരാതികളും പരിഭ്രമങ്ങളും പറഞ്ഞ് പേടിക്കേണ്ട, വിഷമിക്കേണ്ട, മറുപടി ഇല്ലല്ലോ എന്ന് കരുതേണ്ട. ആ കർത്താവിന്റെ സ്നേഹത്തിൽ നാം മിണ്ടാതിരുന്നാൽ മതി. വീണ്ടും അബ്രഹാമിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു. ഉൽപ്പത്തി പുസ്തകം 22 നമുക്ക് മടങ്ങി വരാം. ഉൽപ്പത്തി പുസ്തകം 22 അധ്യായത്തിലേക്ക്. അവിടെ നമുക്കറിയാവുന്ന വിഷയമായതുകൊണ്ട് ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. ദൈവത്തെക്കാൾ കൂടുതൽ സ്നേഹം തൻ്റെ ഏകജാതനായ പുത്രൻ ഇസാക്കിലുണ്ടോ എന്നുള്ളത് അബ്രഹാമിന്റെ ജീവിതത്തിലൂടെ ഒന്ന് പരീക്ഷിച്ചറിയാൻ ദൈവം തീരുമാനിച്ചു. അല്ലെങ്കിൽ 22:12 ഇങ്ങനെ വായിക്കുന്നുണ്ട്, അബ്രഹാം വാസ്തവമായി ദൈവത്തെ ഭയപ്പെടുന്നുണ്ടോ എന്ന് അബ്രഹാമിന്റെ ജീവിതത്തിലൂടെ തെളിയിച്ച് കാണണം, മറ്റുള്ളവർ അറിയണം, ദൈവത്തിന് അത് ബോധ്യമാകണം. അതിനുവേണ്ടി തൻ്റെ ഏകജാതനായ മകനെ യാഗം കഴിക്കുവാനായിട്ട് അബ്രഹാമിനോട് പറഞ്ഞു. അബ്രഹാമും ഇസാഖും 65 മൈലാണെന്ന് പറയുന്നത്. 3 ദിവസത്തെ യാത്ര ചെയ്തു. അബ്രഹാമിന്റെ മകൻ വളരെ സെൻസിറ്റീവായിട്ട് ചോദ്യം അബ്രഹാമിനോട് ചോദിക്കുന്നുണ്ട്. തീയും വിറകുമുണ്ട് തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെയെന്ന് ചോദിച്ചു. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം ഉത്തരം പറഞ്ഞു. ദൈവം കരുതിക്കൊള്ളും മോനെ. അതിൻ്റെ അവസാനം ഇടയ്ക്ക് പറയുന്നുണ്ട്, യഹോവ ഈരേ,
ദൈവം കരുതിക്കൊള്ളും എന്നുള്ളത്, ആ സത്യം അബ്രഹാമിന്റെ ജീവിതത്തിലൂടെ നമുക്കും നമ്മുടെ മുൻ തലമുറകൾക്കും വരുവാനുള്ള തലമുറകൾക്കും മനസ്സിലാക്കാൻ വേണ്ടി ദൈവം അത് അനുവദിച്ചു. എന്താ അനുവദിച്ച്? യാഗപീഠത്തിന്മേൽ ഇസ്ഹാക്കിനെ കൊണ്ട് കിടത്തി കെട്ടുന്നു. ദൈവം നിശബ്ദൻ. ഗോഡ് ഈസ് സൈലന്റ്. കർത്താവ് അവിടെ നിശബ്ദനായിട്ടിരിക്കുകയാണ്. ദൈവം സംസാരിച്ചിട്ടുണ്ട് അബ്രഹാമിനോട്. തന്റെ മകനെ കൊല്ലുവാനായിട്ട് വാൾ ഉയർത്തിപ്പിടിച്ച് വെട്ടുവാനായിട്ട് തുടങ്ങുമ്പോഴാണ് ദൈവത്തിന്റെ നിശബ്ദത മാറുന്നത്. അബ്രഹാമേ ബാലന്റെ മേൽ കൈവയ്ക്കുന്നത്, അവന് ദോഷമായിട്ടൊന്നും ചെയ്യരുത് എന്ന് ദൈവം പറയാണ്. മറുപടി പറയാണ്. അതൊരു നിശബ്ദമായ ദൈവം പറയുകയാണ്, നിന്റെ ഏകജാതനെ മകനെ തരുവാൻ നീ മടിക്കായുകൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നത് ഞാൻ ഇപ്പോൾ അറിയുന്നു. ഇതിനു മുൻപും ദൈവത്തിന്റെ സർവജ്ഞാനത്തിൽ ദൈവത്തിന് അറിയാമായിരുന്നത്, എന്നാൽ വീണ്ടും അത് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവം കരുതിക്കൊള്ളു എന്നത് അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെയും ആ തിരിച്ചറിവ് ദൈവം നിശബ്ദനായിട്ടിരുന്നതുകൊണ്ട് അതൊന്ന് വെളിവാക്കുവാൻ ആഗ്രഹിച്ചു. ചിലപ്പോൾ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ നിശബ്ദതയെ നമ്മുടെ നന്മയ്ക്കായിട്ടാണ്. ഞാൻ ഈ ഭാഗം ചിന്തിച്ചപ്പോൾ എൻ്റെ അനുഭവത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ഒരു കാര്യം ഞാൻ ചിന്തിച്ചു. എൻ്റെ മാതാപിതാക്കൾക്ക് ഞങ്ങൾ 4 മക്കളായി. എൻ്റെ ഒരു മൂത്ത ചേച്ചി ജനിച്ച് 6 മാസം കഴിയും മുൻപേ, എന്താ രോഗം അറിയത്തിന് പറഞ്ഞു കേട്ടുള്ള അറിയുള്ളൂ, മരിച്ചുപോയി. എൻ്റെ 4ാമതൊരു അനിയനുണ്ടായിരുന്നു. 6.5 വയസ്സുള്ളപ്പോൾ സ്കൂളിലേക്ക് പഠിക്കാൻ പോയി. ബാഗുമായിട്ട് തിരിച്ചു വരുമ്പോൾ കയ്യിൽ ഒരു കറുത്ത പാട് കണ്ടു. ആദ്യമുള്ള ഹോസ്പിറ്റലിൽ കാണിച്ചു, ബ്ലഡ് ചെക്ക് ചെയ്ത് പുഷ്പഗിരി അവിടെ എത്തിച്ചു. അവർ പറഞ്ഞു ബ്ലഡ് ക്യാൻസർ 4th സ്റ്റേജ്. 4ാമത്തെ അനുജൻ്റെ കാര്യം. അവിടുന്ന് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് വരെ എത്തിച്ചു. അപ്പോൾ അവിടുന്ന് വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് എന്നോടൊരു വാക്ക് പറഞ്ഞു, അച്ചാച്ച ഞാൻ അടുത്ത ഞായറാഴ്ച അങ്ങ് പോകും, അച്ചാച്ചനും പപ്പായും മമ്മിയും എല്ലാവരും അങ്ങ് വരണമേ. സൺഡേ സ്കൂളിൽ വെച്ചോ എൻ്റെ മാതാവിൻ്റെ ഇടപെടലോ മുഖാന്തരമോ 6.5 വയസ്സിനുള്ളിൽ രക്ഷിക്കപ്പെട്ട അനുഭവം ഉണ്ടായിരുന്നുകൊണ്ടാണ് എൻ്റെ അനുജനെന്ന് പറയാനിടയായിത്തീരുന്നത്. അടുത്ത ഞായറാഴ്ച ഞാൻ അങ്ങ് പോകും, സ്വർഗത്തിലേക്കാണ് പോകുന്നത്, നിങ്ങളെല്ലാവരും അങ്ങ് വരണമേ. കൃത്യമായി ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് വെച്ച് ഞായറാഴ്ച രാത്രിയിൽ ഈ ലോകത്തോടെ യാത്ര പറഞ്ഞു. അത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ സംശയം ഇതായിരുന്നു, ഡെഡ് ബോഡിയുമായിട്ട് ട്രിവാൻഡ്രം റാന്നിയിലേക്ക് വരുമ്പോൾ ദൈവം സ്നേഹവാനെന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്താ ദൈവം നിശബ്ദനായിരിക്കുന്നത്, എന്താ സൗഖ്യം കൊടുക്കാഞ്ഞത്, തിരികെ കിട്ടുമെന്നുള്ളതായിരുന്നു എൻ്റെ പ്രാർത്ഥനയും ഓർമ്മയും ഒക്കെ. വിചാരം അങ്ങനെയായിരുന്നു. എന്നാൽ 2 പേരെയും ദൈവസന്നിധിയിലേക്ക് ചേർക്കുവാനായിട്ടാണ് ദൈവത്തിന് പ്രസാദം തോന്നിയത്. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചോദ്യങ്ങൾക്ക് ഗോഡ് ഈസ് സൈലന്റ്, ദൈവം എന്തുകൊണ്ടാണ് നിശബ്ദനായിരിക്കുന്നത്? 10 വർഷങ്ങൾക്ക് ശേഷമാണ് അതിന് മറുപടി എനിക്ക് ലഭിച്ചത്. ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ട ശേഷം വീണ്ടും വചനം വായിക്കാൻ തുടങ്ങിയപ്പോൾ റോമർ 8:28 ദൈവം മറുപടി നൽകി. റോമർ 8:28 എന്താ വായിക്കുന്നത്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടിയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും, രോഗമായിക്കൊള്ളട്ടെ, മരണമായിക്കൊള്ളട്ടെ, എന്തായിരുന്നാലും അത് നന്മയ്ക്കായിട്ടേ ഭവിക്കൂ. അതെ, റോമർ 8:28 അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിലും ചില പരാതികളും സംശയങ്ങളും ഒക്കെ ഉള്ളപ്പോൾ ദൈവം എന്താ നിശബ്ദനായിരിക്കുന്നത് എന്ന് ഓർക്കുന്നില്ല. ഇന്ന് ഈ തിരുവചനം ശ്രദ്ധിക്കുന്ന നിങ്ങളിൽ പലർക്കും സമാനമായ അനുഭവങ്ങളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ചെറുപ്പത്തിലെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു പോയ മക്കൾ, അതുപോലെ തന്നെ യൗവനത്തിലെ ചെറുപ്പത്തിലെ മക്കളുടെ മരണം അറിഞ്ഞവർ കണ്ടിട്ടുള്ളവർ, ഭർത്താക്കന്മാർ മരിച്ചുപോയവർ, ഭാര്യമാർ മരിച്ചുപോയവർ, സഹോദരങ്ങൾ മരിച്ചുപോയവർ, ഇങ്ങനെ അതുപോലെ തന്നെ അപകടം, മരണം, ഒരു വീട്ടിൽ തന്നെ അംഗവൈകല്യമുള്ള 2 മക്കൾ. ഇതൊക്കെ എന്താ ഈ സന്ദർഭങ്ങളിലൊക്കെ ദൈവത്തോട് സൗഖ്യത്തിനും വിടുതലിനും ചോദിച്ചിട്ട് ദൈവം നിശബ്ദനായിരിക്കും ചിന്തിച്ചിട്ടുണ്ടായിരിക്കണം. ദൈവം നിരവധി അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിശബ്ദനായിരിക്കും. എനിക്ക് ആ മറുപടി കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രത്യാശയായി. കാരണം മറ്റെങ്കിലും സ്വർഗത്തിലേക്കാണ് പോയിരിക്കുന്നത്. അവിടെ ചെന്ന് എൻ്റെ കർത്താവിൻ്റെ അനുഭവം കാണാൻ സാധിക്കും. സ്വർഗത്തിലേക്ക് പോവുക, അവിടെ ഒരു സ്ഥാനം എനിക്ക് ഒരുക്കിയിട്ടുണ്ട്, അവിടേക്ക് പോവുക ഞാൻ പറഞ്ഞപ്പോൾ രക്ഷിക്കപ്പെട്ട ശേഷം തിരുവചനത്തിലൂടെ എനിക്കത് മനസ്സിലായി. പ്രിയമുള്ളവരെ, സമാന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന പല പ്രിയപ്പെട്ടവരുണ്ട്. ഹാർട്ട് അറ്റാക്ക്, അതുപോലെ തന്നെ അപകടങ്ങൾ, ഇതിനെ ദൈവം വിടുവിച്ചിട്ടുണ്ട്, രക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ മരണം, അതുപോലെ തന്നെ പ്രയാസങ്ങൾ, പ്രതിസന്ധികളുടെ നടുവിൽ പ്രശ്നങ്ങളെ പദ്ധതിയാകും ദൈവം ചിലപ്പോൾ നിശബ്ദനായിരുന്നു വന്നേക്കാം. പക്ഷെ അതിന് വലിയ ദൈർഘ്യം ഉണ്ടാകത്തില്ല, മറുപടിയും ഉണ്ടാകും. അതായത് ദൈവം നമ്മോട് പറയുന്നുണ്ട്, സങ്കീർത്തനങ്ങൾ 46:10 സങ്കീർത്തനം 46:10 ഇങ്ങനെ പറയുന്നുണ്ട്. നമുക്കറിയാവുന്ന വാക്യം, മിണ്ടാതിരുന്ന് ഞാൻ ദൈവം അറിഞ്ഞു. ഈ നിശബ്ദനായിട്ടിരിക്കുന്ന കർത്താവ് ആരാ? അവന്റെ സർവജ്ഞാനത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നതേ ഉള്ളൂ. കാരണം യെശയ്യാവ് പറയുന്നുണ്ട്, നമ്മുടെ സംശയങ്ങളും പരാതികൾക്ക് മുൻപിൽ
യെശയ്യാവിനോട് ദൈവം കൽപ്പിക്കുകയാണ്. യെശയ്യാവ് 55:8, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴിയിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിൽ ഉയർന്നിരിക്കുന്നു. ഓ, എത്ര വലിയ വ്യത്യാസമാണ്! എത്രയോ നല്ലൊരു ഉത്തരമാണ്. അതുകൊണ്ട് എൻ്റെ വായിൽ വചനം വായിച്ച് ധ്യാനിച്ച് ആശ്വസിക്കുകയും നിവർത്തിയുള്ളൂ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ നിശബ്ദതയും. അതിലെ 11-ാം വാക്യം, എൻ്റെ വായിൽ പുറപ്പെടുന്ന വചനം എൻ്റെ വചനമായിരിക്കും, അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരികയില്ല, എനിക്കിഷ്ടമുള്ള നിവർത്തിക്കും, ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. പരാതികളുടെ നടുവിൽ, പരിഭ്രമങ്ങളുടെ നടുവിൽ കർത്താവ് പറയാണ്, എൻ്റെ വചനം ഞാൻ നൽകിയിട്ടുണ്ടല്ലോ, അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരികയില്ല, അതിൻ്റെ ഇഷ്ടം നിവർത്തിച്ചതിന് ശേഷം ആ കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ഒരുപാട് ഉദാഹരണങ്ങൾ ദൈവത്തിൻ്റെ കാര്യത്തിലുണ്ട്. പ്രിയമുള്ളവരെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി, സംഭവിച്ചതും സംഭവിക്കാൻ പോകുന്നതും എല്ലാം നന്മയ്ക്കായിട്ട് മാത്രമാണ്. ഇതൊക്കെ നമ്മുടെ തിരുവചനത്തിലൂടെ മറുപടി നൽകിയിട്ടുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ ബെസ്റ്റ് മോഡലാണ്. 2 കള്ളന്മാരുടെ നടുവിൽ കർത്താവിനെ ക്രൂശിച്ചപ്പോൾ ഒരു കള്ളൻ പരിഹസിക്കുകയും ദുഷിക്കുകയും ചെയ്യുക, കർത്താവിന് വേണ്ടിയോ? കർത്താവ് നിശ്ചിത പാലിച്ചു. മറ്റൊരുവൻ പറഞ്ഞു, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ, അവന് മറുപടിയും കൊടുത്തു, അല്ലേ? ഇതുപോലെ സമാനമായ അനുഭവങ്ങളിലൂടെ അനേക ഭക്തന്മാർ കടന്നു പോയിട്ടുണ്ട്. അവർക്കൊക്കെ മറുപടി ദൈവം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഗാനങ്ങളായിട്ട് അവർ എഴുതിയിട്ടുമുണ്ട്. നമ്മുടെ ഈ പാഠപുസ്തകത്തിൽ ഒരു പാട്ടിൻ്റെ വരികൾ ഇങ്ങനെയാണ്: എന്തും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ എന്തിനെന്ന് അകം കലങ്ങി ചോദിക്കില്ല ഞാൻ, നൊന്തൊഴുകും കണ്ണുനീർത്തൻ പൊന്നുപാദത്തിൽ ചിന്തി ഞാൻ തുടർന്ന് പാടും ദൈവം നല്ലത്. ഇമ്മിച്ചെറിയാൻ സാറിൻ്റെ തീവ്രമായ ചില അനുഭവങ്ങളിലൂടെ കടന്നു പോയപ്പോൾ അദ്ദേഹം എഴുതിയതാണ്. എന്തും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാലും എന്തിനെന്ന് അകം കലങ്ങി ചോദിക്കില്ല ഞാൻ, നൊന്തൊഴുകും കണ്ണുനീർത്തൻ പൊന്നുപാദത്തിൽ ചിന്തി ഞാൻ തുടർന്ന് പാടും ദൈവം നല്ലവൻ. അതെ, നമുക്കും പറയാനുള്ളത് ഇത് മാത്രമാണ്: ഗോഡ് ഈസ് ഗുഡ് ഓൾ ദി ടൈം. ദുഃഖങ്ങളോ രോഗങ്ങളോ മരണം മൂലമുള്ള വേർപാടുകളോ മനസ്സിലാക്കാൻ ചിലപ്പോൾ പ്രയാസമാണ്. എൻ്റെ ഡാഡിക്ക്, എൻ്റെ അമ്മയ്ക്ക്, എൻ്റെ പിതാവിന് ഇങ്ങനെ സംഭവിച്ചതിൽ എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? അതെ, നൊന്തൊഴുകും കണ്ണുനീർത്തൻ പൊന്നുപാദത്തിൽ ചിന്തി ഞാൻ തുടർന്ന് പാടും ദൈവം നല്ലവൻ. കർത്താവ് തെറ്റുപറ്റത്തില്ല. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ട നന്മയ്ക്കായിട്ട് ഇത് കൂടി വ്യാപരിപ്പിക്കും. ഗോഡ് ഈസ് ഗുഡ് ഓൾ ദ ടൈം. പത്രോസ് 3 വട്ടം കർത്താവിനെ തള്ളി പറയുമെന്ന് കർത്താവിന് അറിയാമായിരുന്നു. അവനോട് പറയുകയും ചെയ്തതാണ്, നീ എന്നെ തള്ളി പറയും. കോഴി പോകുന്നതിന് മുമ്പ് 3 വട്ടം നീ എന്നെ തള്ളി പറയും. പത്രോസ് തള്ളി പറഞ്ഞു. കർത്താവ് നിശബ്ദനായിരുന്ന സന്ദർഭത്തിൽ, എന്നാൽ തള്ളി പറഞ്ഞപ്പോൾ ലൂക്കോസ് സുവിശേഷത്തിലുണ്ട്, കർത്താവ് തിരിഞ്ഞു പത്രോസ് എന്ന് നോക്കി. ചിലപ്പോൾ ദൈവത്തിന്റെ നിശബ്ദതയിൽ തന്റെ വചനത്തിലൂടെ നമ്മെ എത്രയോ പ്രാവശ്യം തിരിഞ്ഞു നോക്കിയിട്ടുണ്ട്. നമ്മുടെ എല്ലാ വേദനകൾക്കും പ്രാർത്ഥനകൾക്കും മറുപടി തിരുവചനത്തിൽ നൽകിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് മാതൃക കർത്താവായ യേശു ക്രിസ്തുവാണ്. ശകാരിച്ചിട്ട് പകരം ശകാരിക്കുക. കണ്ണുകെട്ടി തല്ലി കർത്താവ് മിണ്ടിയില്ല. ആ ആളാണ് ആ കർത്താവാണ് നമ്മുടെ മോഡൽ. യെശയ്യാവ് 43:5 നമുക്ക് ആശ്വാസത്തിനായിട്ട് വീണ്ടും നമ്മളെ വേദനകൾ കൂടി പ്രയാസങ്ങൾ കൂടിയും സംശയങ്ങൾ കൂടിയും കർത്താവേ നീ എന്താ നിശബ്ദനായിരിക്കുന്നു ചോദിക്കുമ്പോൾ 43:5 കർത്താവ് ദൈവം ഇങ്ങനെ അരുളി ചെയ്യുന്നുണ്ട്. 43:5 5-ാം വാക്യം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ എനിക്ക് വലിയൊരു മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കാൻ ഞാൻ എൻ്റെ സ്നേഹത്തിന് നിശബ്ദനായിരിക്കുന്നുവെങ്കിലും നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, കൂടെയുണ്ടെന്ന് പറഞ്ഞ കർത്താവ്. അതുപോലെ തന്നെ കർത്താവ് തന്നെ തിരുവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനോ ലോകാവസാനത്തോളം നിന്നോട് കൂടി. അതെ, ഞാനോ ലോകാവസാനം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. യാക്കോബിനോട് പറഞ്ഞിട്ടുണ്ട്. യെശയ്യാവിലൊക്കെ ധാരാളം വാക്യങ്ങൾ അങ്ങനെ വായിക്കുന്നുണ്ട്. മാത്രമല്ല, തീയിൽ കൂടി കടന്നു പോയാലും വെന്തു പോകത്തില്ല. വെള്ളം നിമിത്തം കവിഞ്ഞാലും അതിനെ മുക്കിക്കളയത്തില്ല. എല്ലാം യെശയ്യാവിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതെ, ചന്ദ്രക്ക് മേശക്ക് അഭേന്ദ്രഗോപ് ഇതൊരു പക്ഷെങ്കിൽ അവരുടെ ജീവിതത്തിൽ മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം. അവർ തീയിലിടുന്ന മൂവ്മെന്റ് വരെ, തീയിലിട്ടുന്ന സന്ദർഭം വരെ കർത്താവ് നിശബ്ദനായിരുന്നു. എന്നാൽ ചന്ദ്രക്ക് മേശക്ക് അഭേന്ദ്രഗോപിനെ തീയിലേക്ക് ഇട്ടപ്പോൾ 3 പേരുടെ കൂടെ 4-ാമനായിട്ടുള്ള ആളായിട്ട് കർത്താവും കൂടെ ആ തീച്ചൂളിലുണ്ടായിരുന്നു. എന്നാൽ അവിടെ എഴുതിയിരിക്കുകയാണ്, എടുത്ത് വായിക്കുന്നില്ല. ഞാൻ ദാനിയേലിന്റെ പുസ്തകം പഠിക്കുമ്പോൾ നമുക്കറിയാം തീയുടെ മണം പോലും വീശി. പക്ഷെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ നിശബ്ദത. ആ തീച്ചൂളയിൽ ഇടുന്ന മൂവ്മെന്റ് വരെ ദൈവം നിശബ്ദനായി. അതെ, തീയിൽ കൂടി നടന്നാലും വെന്തു പോകത്തില്ല. അവരുടെ വെന്തു പോയി തീയുടെ മണം പോലും ഏശിയില്ല. ഇനി ദാനിയേലിന്റെ അനുഭവം നോക്കിയാലോ.
സിംഹക്കുഴിയിൽ ഇടുന്നവർ വരെ, ഇട്ട് താഴെ അടിയിൽ എത്തിച്ചേരും വരെ ദൈവം മൗനമായിരുന്നു. ഒടുവിൽ ദൈവം പ്രതികരിച്ചു, സിംഹങ്ങളുടെ വായ അടച്ചു. അപ്പം തീയിൽ നിന്ന് വിടുവിച്ച നിശബ്ദതയോടെ വിടുവിച്ച ദൈവം ഇൻ ഹിസ് ടൈം ഹി മേക്സ് ഓൾ തിങ്സ് ബ്യൂട്ടിഫുൾ. അത് ഇൻ ഹിസ് ടൈം, ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട്, അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. ദാനിയേൽ സിംഹക്കുഴിയിൽ വീഴും വരെ ദൈവം നിശബ്ദനായിരുന്നു, സിംഹങ്ങളുടെ വായ അടച്ചു. പിന്നെയും നമ്മുടെ ജീവിതത്തിലുള്ള ബന്ധത്തിലല്ലാതെ തന്നെ തിരുവനന്തപുരത്തിലെ ചില സംഭവങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് സംശയം ഉണ്ടാകാറുണ്ട്, എന്താ ഈ സന്ദർഭത്തിൽ ദൈവം നിശബ്ദനായിരിക്കുന്നത്? സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുമ്പോൾ കർത്താവ് നിശബ്ദനായിരിക്കും. എന്നാൽ ആ ഇരുന്ന സ്ഥാനം സ്വർഗത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് കർത്താവ് നമുക്ക് വേണ്ടി ചില സന്ദർഭങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ആളാണ് കർത്താവ്. ഈ സ്തേഫാനോസിന്റെ മുഖം ഒരു സ്വർഗദൂതന്റെ മുഖം പോലെ പ്രകാശിച്ചു. അത് പ്രിയമുള്ളവരെ, നമുക്ക് സംശയം ഉണ്ടാകും, സ്തേഫാനോസ് എന്താ അങ്ങനെ മരിക്കാനിടയായി തീർന്നത്? അതുപോലെ തന്നെ പൗലോസിന്റെ മരണം, ശിരച്ഛേദം, കഴുത്തറക്കപ്പെട്ട് കൊല്ലുക. ദൈവത്തിന് വേണ്ടി ഇത്രയും പ്രയോജനപ്പെട്ട ഒരാളാണ്. തൻ്റെ കഴുത്ത് അറക്കപ്പെട്ടാണ് താൻ മരിച്ച് ഈ ഭൂമിയിൽ മാറ്റപ്പെട്ടു പോകുന്നത്. പത്രോസിനെ തലകീഴായിട്ട് ക്രൂശിക്കുക. എന്തിനധികം പറയണം, ഉറീസയില് ഗ്രഹാം സ്റ്റെയിൻസിന്റെയും അദ്ദേഹത്തിന്റെ 2 മക്കളായ പോൾ തീമത്തിയെ ജീപ്പിലിട്ട് ചുട്ടുകളഞ്ഞു. എന്തേ ദൈവം നിശബ്ദനായിരുന്നത്? അതെ, ദൈവത്തിന്റെ നിശബ്ദതയെ ചോദ്യം ചെയ്യാൻ നമ്മൾ ആരുമല്ല പ്രിയമുള്ളവർ. വെളിപ്പാട് 7:17 കർത്താവ് നിശബ്ദനായിരുന്നതിന്റെ ഒരു മറുപടി നൽകുന്നുണ്ട്. നമ്മുടെ ഈ പ്രയാസങ്ങളുടെയും കണ്ണുനീരുടെയും നടുവിൽ, ചോദ്യങ്ങളുടെയും പരിഭ്രമങ്ങളുടെയും നടുവിൽ ദൈവം നമുക്കൂടെ ചെയ്തൊരു കാര്യമുണ്ട്. ദൈവം തൻ്റെ മക്കളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടയ്ക്കും. വെളിപ്പാട് 7:17 ദൈവം തൻ്റെ മക്കളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടയ്ക്കുന്ന ഒരു ദിവസം വരുന്നുണ്ട്. അതുവരെ മിണ്ടാതിരുന്ന ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. അതെ, തക്ക സമയത്ത് അങ്ങനെ ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവം വിശ്വസ്തനാണ് പ്രിയമുള്ളത്. നമ്മുടെ ലേഖനങ്ങളിൽ വായിക്കുന്നുണ്ട്, God is faithful who will never allow you to be tempted beyond what you are able. നമുക്ക് സഹിക്കാൻ കഴിയാത്ത പരീക്ഷകളുണ്ട്, കടത്തിവിടുത്തില്ല, വേദനകൾ കടത്തിവിടുത്തില്ല. ദൈവം വിശ്വസ്തനാണ്, കർത്താവ് വിശ്വസ്തൻ തന്നെയാണ്. പ്രിയമുള്ളവരെ, 2 വാക്കുകൂടെ അവസാനിപ്പിക്കട്ടെ. കർത്താവിന്റെ നിശബ്ദതയെ നമുക്ക് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്നുള്ളതിന് മറുപടി ഇന്ന് അബ്രഹാമേ എന്നോ ശമൂവേലേ എന്ന് വിളിച്ചതുപോലെ വിളിക്കുന്നില്ല കർത്താവ്. പക്ഷെ താൻ പറയാനുള്ളതെല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സ്പീച്ച് ഈസ് സിൽവർ, സൈലന്റ് ഈസ് ഗോൾഡ് നമുക്കറിയാം. കർത്താവിന്റെ നിശബ്ദത ഒരു സുവർണ്ണ കാലമാക്കി മറുപടി നൽകാൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പലവിധ ചോദ്യങ്ങൾക്ക്, മരണത്തിന് മുമ്പിൽ, അതുപോലെ വേദനകളുടെ രോഗസൗഖ്യത്തിന് വേണ്ടി നാം അപേക്ഷിച്ചിട്ടും അല്ല, മക്കളെ സന്തോഷത്തോടെ വിവാഹം കഴിപ്പിച്ച് അയച്ചു വിട്ടു, എന്നാൽ അവർക്ക് തലമുറയെ കാണാനായിട്ട്, അവരുടെ തലമുറയെ കാണാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഇപ്പോഴും മറുപടിയില്ല. ഇങ്ങനെ നിരവധി വിഷയങ്ങളുടെ മുൻപിൽ എന്റെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള കാരണം എന്ത്? ഇതിനൊന്നും മറുപടി നമുക്കൊരു പക്ഷെങ്കിൽ ഇവിടെ ലഭിച്ചെന്ന് വരത്തില്ല. പക്ഷെങ്കിൽ എല്ലാത്തിനും മറുപടി ദൈവത്തിന്റെ വചനത്തിലുണ്ട്. അതുപോലെ തന്നെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ഗീതങ്ങൾ നമുക്ക് ദൈവം നൽകിയിട്ടുണ്ടല്ലോ. പല പാട്ടുകളെയും ട്യൂൺ അറിയാൻ വയ്യായെങ്കിലും ആശ്വാസ ഗീതങ്ങളും ആരാധന ഗീതങ്ങളും ഒക്കെ വരികളിലൂടെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ട്. ഒരു എഴുത്തുകാരൻ പറയുകയാണ്, അവൻ നന്നായി അറിഞ്ഞല്ലാതെ എനിക്കൊന്നുമേ അനുവദിക്കില്ലെന്ന അനുഭവത്തിൽ അഖിലവും എൻ്റെ നന്മയ്ക്കായിട്ട് നന്മ കരുതിയല്ലോ, അവൻ ചെയ്യുന്ന മൂലം ഭയമില്ലേ. പ്രിയമുള്ള ദൈവജനമേ, കർത്താവ് ചെയ്യുന്നതെല്ലാം നമ്മുടെ നന്മയ്ക്കായിട്ട് മാത്രം. കാലങ്ങൾ കഴിയുമ്പോൾ, നിത്യത പുലരുമ്പോൾ, കാലങ്ങൾ കഴിയുമ്പോൾ, നിത്യത പുലരുമ്പോൾ, ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്നു തെളിയുമ്പോൾ, ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്നു തെളിയുമ്പോൾ, യുക്തമായി വ്യക്തമായി കൃപയും കരുതലറിയുന്ന, യുക്തമായി വ്യക്തമായി കൃപയും കരുതലറിയുന്ന എന്റെ പ്രിയന്തരം ധന്യനാഭൂവിലെന്ന ധന്യനാം ക്രിസ്തുവിൽ സദാ, ധന്യനാം ഭൂവിലെന്ന ധന്യനാം ക്രിസ്തുവിൽ